ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാർത്തീസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്ലാസ് 5 ബേസിക് സയൻസിൻ്റെ ക്രിസ്മസ് എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഞാനിതിൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ചേർത്തിട്ടുണ്ട്. ഞാൻ ക്വസ്റ്റ്യൻസ് വായിച്ചു പോവും, ആൻസേഴ്സും കൂടെ തന്നെ വായിച്ചു പോകുന്നുണ്ടായിരിക്കും കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റിലെ ക്വസ്റ്റ്യൻ നോക്കാം. ജാക്ക് ഫ്രൂട്ട് ഗം കനോട്ട് ബി വാഷ്ഡ് ഓഫ് യൂസിങ് വാട്ടർ. വൈ? അപ്പോൾ എന്തുകൊണ്ടാണ് ജാക്ക് ഫ്രൂട്ട് ഗം വാട്ടർ കൊണ്ട് വാഷ്ഡ് ഓഫ് ചെയ്യാനായിട്ട് പറ്റാത്തത്? അതിൻ്റെ കാരണം എന്താണ്? ജാക്ക് ഫ്രൂട്ട് ഗം ഡസ് നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ. കറക്റ്റ് ആൻസർ വരുന്നത് ജാക്ക് ഫ്രൂട്ടിൻ്റെ ഗമ്മ് വാട്ടറിൽ ഒരിക്കലും ഡിസോൾവ് ചെയ്യില്ല. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ബി ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ദ ടേബിൾ ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സൊല്യൂട്ട് തന്നിട്ടുണ്ട്, അവിടെ എ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്, പിന്നെ സൊല്യൂഷൻ തന്നിട്ടുണ്ട്. അവിടെ എന്താ വരിക? സോൾവെൻ്റ് ആണ് വരിക. സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അവിടെ സോൾവെൻ്റ് ആണ് വരിക. ഷുഗറും വാട്ടറും ചേർന്ന് കഴിഞ്ഞാൽ എന്ത് സൊല്യൂഷൻ ഉണ്ടാവുക? ഷുഗർ സൊല്യൂഷൻ ഉണ്ടാവും. സാൾട്ടും ഡാഷും ചേർന്നാലാണ് സാൾട്ട് സൊല്യൂഷൻ ഉണ്ടാവുക. സാൾട്ടും വാട്ടറും ചേർന്നിട്ടാണ് ഇവിടെ സൊല്യൂഷൻ ഉണ്ടാവുന്നത് അല്ലേ? അപ്പോൾ അവിടെ സാൾട്ട് സൊല്യൂഷൻ. പിന്നെ സൊല്യൂഷനായിട്ട് സോഡയുണ്ട്, സോൾവെൻ്റ് ആയിട്ട് വാട്ടറും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സൊല്യൂട്ട് എന്തായിരിക്കും? അത് CO2 ആയിരിക്കും. CO2 ആയിട്ട് സൊല്യൂട്ട് വരുമ്പോഴേ അവിടെ എന്തുണ്ടാവുള്ളൂ? സോഡ ഉണ്ടാവുള്ളൂ. സി ക്വസ്റ്റ്യൻ എന്താണ്? Even if there is a lot of rain, drought can occur if water is not conserved. നമ്മുടെ വാട്ടർ കൺസർവ് ചെയ്തില്ലെങ്കിൽ അവിടെ ഡ്രോട്ടും വരൾച്ചയൊക്കെ ഉണ്ടാവും. കുറേ റെയിൻ ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷേ അവിടെ എന്ത് വേണം? വാട്ടർ കൺസർവ് ചെയ്യണം. അപ്പോൾ രണ്ട് മെത്തേഡ്സ് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ മെത്തേഡ് നമുക്ക് വേണമെങ്കിൽ വെൽ റീചാർജ് ചെയ്യാം. രണ്ടാമത്തെ മെത്തേഡ് ചെക്ക് ഡാംസുകൾ ഉണ്ടാക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്കറിയാം കുറച്ച് സീ ഡിസ്പേഴ്സണുമായി ബന്ധപ്പെട്ട് കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കംപ്ലീറ്റ് ദ ടേബിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം ജാക്ക് ഫ്രൂട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അഡാപ്റ്റേഷൻസ് എങ്ങനെയാണ്? ഫ്ലഷി പാർട്സ് ആണ് അല്ലേ? ഫ്ലഷി പാർട്സ് ഉള്ളതുകൊണ്ട് അതിനെ അഡാപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൂപ്പൻ താടിയുടെ എന്താണ്? അതിൻ്റെ ലൈറ്റ് സീഡാണ്. സോ അത് എവിടെ വേണമെങ്കിലും കാറ്റിൽ വീഴുന്നുണ്ടായിരിക്കും. അപ്പം അങ്ങനെ അഡാപ്റ്റ് ചെയ്യും. സീൽ എന്താണ്? അവിടെ അഡാപ്റ്റേഷൻ തന്നിട്ടുണ്ട്, പോയിൻറ്റഡ് ടിപ്പാണെന്നുള്ളത്. അതെന്തിനാണ് ചേരുക? ലവ് ഗ്രാസിനായിരിക്കും ചേരുന്നുണ്ടായിരിക്കാം. പിന്നെ സീഡിൽ ഡ്രം സ്റ്റിക്ക് തന്നിട്ടുണ്ട്. അതെന്താണ്? ബേഴ്സ്റ്റ് ചെയ്യുന്നതിലൂടെ അഡാപ്റ്റ് ചെയ്യും. ഓക്കെ. ബി ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ഡൈക്കോട്ട് പ്ലാന്റ്സ്. ഡൈക്കോട്ട് പ്ലാന്റ്സുമായി ബന്ധപ്പെട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുന്നുണ്ട്. അതിനെന്തുണ്ടാവും? റെറ്റിക്കുലേറ്റ് വിനേഷൻ ഉണ്ടായിരിക്കും അല്ലേ? അതുപോലെ ടാപ്പ് റൂട്ട് സിസ്റ്റം ഉണ്ടായിരിക്കും. പക്ഷേ പാരലൽ വിനേഷനും അൺബ്രാഞ്ച്ഡ് സെമ്മും ഡൈക്കോട്ട് പ്ലാന്റ്സിൽ ഉണ്ടാവില്ല. അപ്പോൾ ആൻസർ വരുന്നത് സ്റ്റേറ്റ്മെൻറ്റ് 1 and 4 ആർ കറക്റ്റ് ആണ്. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്ലാന്റ്സ് വിത്ത് പാരലൽ വിനേഷൻ. അതായത് സമാന്തര വിന്യാസമുള്ള പ്ലാന്റ്സിൻ്റെ 2 ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒന്നാമത്തേത് ഹാവ് ഓൺലി 1 കോട്ടിലെഡൻ. അവർക്ക് കോട്ടിലെഡൻ എന്ന് പറയുന്നത് ഒറ്റ എണ്ണം മാത്രമേ ഉണ്ടാവത്തുള്ളൂ. രണ്ടാമത്തേത് അവർക്ക് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആയിരിക്കും. ഓക്കെ. 4 വേരായിരിക്കും, 4 വേര് പടലമായിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുന്നുണ്ടായിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തേർഡ് ക്വസ്റ്റ്യൻ ആണ്. അവിടെയും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 എന്ന് പറയുന്നത് മൂൺ ഇസ് ദ ക്ലോസർ സെലസ്റ്റിയൽ ബോഡി ടു ദ എർത്ത്. ഭൂമിയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന സെലസ്റ്റിയൽ ബോഡിയാണെന്ത്? മൂൺ. അത് കറക്റ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് പറയുന്നത് മൂൺ ഷൈൻ ഓൺ ഇറ്റ്സ് ഓൺ. അതായത് മൂൺ തന്നെ ഷൈൻ ചെയ്യുമെന്നാണ് പറയുന്നത്. അത് തെറ്റാണ് അല്ലേ? അത് സൂര്യൻ്റെ വെളിച്ചത്ത് കൊണ്ടാണ് അവിടെ ഷൈൻ ചെയ്യുന്നത്. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഓൺലി കറക്റ്റ്. സോ ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ. ബി ക്വസ്റ്റ്യൻ റൈറ്റ് എനി 4 സർവീസസ് പ്രൊവൈഡ് ടു അസ് ബൈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്. നമുക്കറിയാം കൃത്രിമ ഉപഗ്രഹങ്ങൾ നമുക്ക് തരുന്ന 4 സർവീസസ്, 4 സേവനങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത് റിമോട്ട് സെൻസിങ് നമുക്ക് ചെയ്യാൻ പറ്റും, നാവിഗേഷന് സഹായിക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ വാർത്താവിനിമയത്തിന് സഹായിക്കുന്നുണ്ട്, ഡിഫൻസ് അതിനും സഹായിക്കുന്നുണ്ട്. സി ക്വസ്റ്റ്യൻ പ്രിപ്പയർ 4 relevant questions for an interview with സുനിത വില്യംസ് who returns from International Space Station. അതായത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്നും തിരികെ എത്തുന്ന സുനിത വില്യംസിനോട് നിങ്ങൾ ചോദിക്കുന്ന 4 relevant questions ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനിവിടെ എൻ്റെതായിട്ടുള്ള വേർഡ്സിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണോ തോന്നുന്നത്, നിങ്ങൾ എന്തൊക്കെയാണ് ചോദിക്കുന്നത് അതുപോലെ നിങ്ങൾ എഴുതി വയ്ക്കാം. നിങ്ങൾക്ക് സ്പേസിൽ എങ്ങനെ ഫീലായി, അല്ലെങ്കിൽ നിങ്ങൾ ഓവർകം ചെയ്ത ചലഞ്ചസ് പറയുമോ, നിങ്ങളെ ഇൻസ്പയർ ചെയ്ത പേഴ്സൺ ആരാണ് ലൈഫിൽ, പിന്നെ നിങ്ങൾക്ക് ചെറുപ്പം മുതലേ ഈ ഡ്രീം, ഈ ഒരു സ്പേസ് സ്റ്റേഷനിലേക്ക് പോകണം, ബഹിരാകാശം ചുറ്റിക്കറങ്ങണം, ട്രാവൽ ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് ചെറുപ്പം മുതലേ ആഗ്രഹമുണ്ടായിരുന്നോ എന്നൊക്കെയുള്ള റെലിവൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതുപോലൊരു ഡയഗ്രാം തന്നിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഡയഗ്രാമാണ്.
നെയിം ദിസ് കൺസ്റ്റലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെന്താണ്? സപ്തർഷീസ് ആണ് അല്ലേ? ഓക്കെ, അപ്പം സപ്തർഷീസ് എന്ന് എഴുതി വയ്ക്കുക. ബി ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് സ്പേസ് സ്റ്റേഷൻസ്? സ്പേസ് സ്റ്റേഷൻസ് ഉള്ളതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? വി ക്യാൻ കണ്ടക്ട് എക്സ്പെരിമെൻറ്റ്സ്, നമുക്ക് പരീക്ഷണങ്ങൾ ചെയ്ത് നോക്കാം. വി ക്യാൻ സ്റ്റേ ദർ ലോങ് ഫോർ പീരിയഡ്സ്, അവിടെ നമുക്ക് കാലങ്ങളോളം ജീവിക്കാനായിട്ട് സാധിക്കും. സി ക്വസ്റ്റ്യൻ, വാട്ട് പ്രോബ്ലംസ് വുഡ് യു ഫേസ് ഇറ്റ് ഇഫ് യു വെൻറ്റ് ടു ദ സ്പേസ് സ്റ്റേഷൻ? ഇത്രയുമുള്ള ഗുണങ്ങളുണ്ടെങ്കിൽ പോലും സ്പേസ് സ്റ്റേഷൻ കൊണ്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടതുണ്ട്. അതെന്തൊക്കെയാണ്? അവിടെ നോ റെയിൻ, അവിടെ എന്തുണ്ടാവില്ല? മഴ ഉണ്ടാവില്ല. നോ സൗണ്ട്, അവിടെ സൗണ്ട് ഉണ്ടാവില്ല. നോ ഗ്രാവിറ്റി, അവിടെ ഗുരുത്വാകർഷണം ഉണ്ടാവില്ല. നോ വാട്ടർ, അവിടെ വാട്ടർ ഉണ്ടാവില്ല, വെള്ളം ഉണ്ടാവില്ല. ഓക്കെ, അങ്ങനെ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. ഫോർത്ത് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. വെൻ എ സീഡ് ജെർമിനേറ്റ്, റാഡിക്കൽ കംസ് ഔട്ട് ഫസ്റ്റ്. ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് റേഡിക്കൽ ആണ് ഫസ്റ്റ് വരുന്നത്. അത് കറക്റ്റ് ആണല്ലേ? സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ദ റേഡിക്കൽ ബിക്കംസ് ദ സ്റ്റെം ആൻഡ് ലീഫ്. അത് സ്റ്റെമ്മായിട്ടും ലീഫായിട്ടുമാണ് മാറുന്നത്. അത് തെറ്റാണല്ലേ? പ്ലൂമൂളാണ് അങ്ങനെ മാറുന്നത്. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 ഇസ് കറക്റ്റ്. ബി ക്വസ്റ്റ്യൻ, നമ്മുടെ ടേബിൾ റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം പുറത്തോട്ട് വരുന്നത് റേഡിക്കലാണ്. 2 എണ്ണം കാണപ്പെടുന്നത് കോട്ടിലോഡോൺ ആണ്. കോട്ടിലോഡോൺ എന്ന് മനസ്സിലാക്കി വെക്കുക. 2 എണ്ണം കാണപ്പെടുന്നത് കംസ് ഔട്ട് ലേറ്റർ എന്ന് പറയുന്നത് പ്ലൂമൂൾ. ഇവിടെ മാച്ച് ചെയ്തതിൽ ഒരു തെറ്റുണ്ട്. ഓക്കെ, പിന്നെ പ്ലൂമൂൾ എന്താണ്? ബിക്കംസ് സ്റ്റെം ആൻഡ് ലീഫ്, അവിടെ സ്റ്റെമ്മുമായിട്ടും ലീഫുമായിട്ടും മാറുന്നുണ്ട്. റേഡിക്കൽ എന്ന് പറയുന്നത് അവിടെ റൂട്ടായിട്ട് മാറും, ബിക്കംസ് റൂട്ട്. പിന്നെ കോട്ടിലോഡോൺ സ്റ്റോർസ് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ സി ക്വസ്റ്റ്യൻ ആണ്. എ കോക്കനട്ട് ദാറ്റ് ഫെൽ ഫ്രം എ കോക്കനട്ട് ട്രീ നിയർ ദ റിവർ ഫ്ലോട്ടഡ് എ ഷോർട്ട് ഡിസ്റ്റൻസ്. ഇറ്റ് റീച്ച്ഡ് എ റിവർ ബാങ്ക് ആൻഡ് സ്പൗട്ടഡ് there. What are the adaptations of coconut for seed dispersal? It will float in the water as it husk is filled in air. അതിൻ്റെ ഹസ്ക് നമ്മുടെ എയറിൽ ഫില്ല് ചെയ്യുന്നവരെ അതെന്ത് ചെയ്യും? നമ്മുടെ വാട്ടറിൽ അത് ഫ്ലോട്ട് ചെയ്ത് കിടക്കും എന്നുള്ളത്. ഇവിടെ ആസിഡ് അല്ല, അതെന്ത് ചെയ്യും? വാട്ടറിൽ പൊങ്ങിക്കിടക്കും എന്നുള്ളതാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. ഇവിടെ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അടുത്ത ചോദ്യം ഫോർത്ത് ആണ്. ബി ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് റിലേറ്റഡ് വിത്ത് ഡിസ്പേഴ്സൽ ഓഫ് സീഡ്? ഡിസ്പേഴ്സൽ ഓഫ് സീഡുമായി ബന്ധപ്പെട്ട് ഇല്ലാത്ത, നോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഡ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഇതിലേതാണ്? മാംഗോയാണ് അല്ലേ? ബാക്കിയൊക്കെ സീഡ് ഡിസ്പേഴ്സലൂടെ വളരുന്നതാണ്. ബി ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താ പറയുന്നത്? ഒബ്സർവ് ദ റൂട്ട്സ് ഓഫ് ദ എബോവ് പ്ലാന്റ്സ് ആൻഡ് റൈറ്റ് ദ വിനേഷൻ ഓഫ് ദ ലീവ്സ്. അപ്പോൾ അവർക്ക് എന്ത് റൂട്ടാണെന്ന് നോക്കിയാൽ മതി. ഒന്നാമത്തെ പ്ലാന്റിന് എന്താണ്? ഫിഗർ 1 ടാപ്പ് റൂട്ടാണ്. സോ അവർക്ക് റെറ്റിക്കുലേറ്റ് വിനേഷൻ ആയിരിക്കും. രണ്ടാമത്തേത് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആണ്, നാരുവേര് പടലമാണ്. അപ്പോൾ ഇവർക്കുള്ളത് എന്താ? ഇവർക്ക് പാരലൽ വിനേഷൻ ആയിരിക്കും. ഓക്കെ, ഇവിടെ ആൻസർ ചേർത്തിട്ടില്ല, സോറി. സി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്ലാസിഫൈ ദ ഫോളോവിങ് പ്ലാന്റ്സ് ആണ്. അത് മോണോക്കോട്ടോ ആണോ ഡയക്കോട്ടോ ആണോ എന്നുള്ളത് ക്ലാസിഫൈ ചെയ്യുക. ഒന്നാമത്തെ നമുക്ക് എഴുതി വയ്ക്കാം, മോണോക്കോട്ടോ ആണ്. രണ്ടാമത്തേത് ഡൈക്കോട്ടോ ആണ്. മോണോക്കോട്ടിൽ കോക്കനട്ട് ട്രീ വരുന്നു, ഡൈക്കോട്ടിൽ മാംഗോ ട്രീ വരുന്നു. കോക്കനട്ട് ട്രീ കഴിഞ്ഞ് നമുക്ക് പാഡി എഴുതാം, പിന്നെ പാം ഉണ്ട്. ഡൈക്കോട്ടിൽ നമുക്ക് വേണമെങ്കിൽ പീ പ്ലാന്റിൻ്റെ കൂടെ ജാക്ക് ഫ്രൂട്ട് എന്ന് എഴുതാം. നിങ്ങൾക്ക് ഡൈക്കോട്ടിൻ്റെ ഇഷ്ടംപോലെ പ്ലാന്റ്സ് ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലും ചേർത്ത് എഴുതാം. അപ്പം അങ്ങനെ നിങ്ങൾ എഴുതി ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒബ്സർവ് ദ കാർട്ടൂൺ. നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് 2 ways ടു പ്രിവെൻറ്റ് മൊസ്കിറ്റോ ബ്രീഡിങ്. അതായത് നമ്മുടെ മൊസ്കിറ്റോസിൻ്റെ എഗ്സ് പെരുകി വരുന്ന സമയത്ത് മൊസ്കിറ്റോകളുടെ എണ്ണം കൂടും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ എഗ്ഗ് ഡിസ്ട്രോയ് ചെയ്യാൻ, നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? 2 മെത്തേഡ്സ് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, നമുക്ക് ഡ്രൈ ഡേ ആചരിക്കാം. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഡ്രെയിനേജസ് ഒക്കെ എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് അവരുടെ എഗ്ഗിൻ്റെ എണ്ണം കുറയ്ക്കാനായിട്ട് പറ്റും. ബി ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഗ്രൂപ്പ്സ് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് റിക്വയർഡ് വാക്സിനേഷൻ? വാക്സിനേഷൻ ആവശ്യമുള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസസിൻ്റെ ഗ്രൂപ്പ് കണ്ടെത്തിയെഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, പോളിയോ, ഹെപ്പറ്റൈറ്റിസ്. അപ്പോൾ ഇവർക്ക് തടയാനുള്ള വാക്സിനേഷൻസ് ഉണ്ട്. ഇവരൊക്കെ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്. അപ്പോൾ ഇതിന് വാക്സിനേഷൻ ആവശ്യമാണ്. സി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കറക്റ്റ് പെയേഴ്സ് ഓഫ് എയർബോൺ ഡിസീസസ്. വായുവിലൂടെ പകരുന്ന നമ്മുടെ ഡിസീസസിന് എക്സാമ്പിൾസ് ചോദിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ പേരെന്താ? അത് നമുക്ക് എല്ലാവർക്കും അറിയാം, ട്യൂബർകുലോസിസും ചിക്കൻ പോക്സും ഉണ്ട്. പിന്നെ ഫോർത്ത് പേരുണ്ട് അല്ലേ? ഫോർത്ത് പേരെന്താ? മീസിൽസ്, കോവിഡ്. ഇവരൊക്കെ എന്താണ്? എയർബോൺ ഡിസീസസ് ആണ്. സിക്സ് ക്വസ്റ്റ്യൻ,
Sand mining from the river causes further decrease in the water level in nearby wells. What property of water causes this? എന്തുകൊണ്ടാണ് ആ വാട്ടർ അതിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അങ്ങനെ നിങ്ങൾ ഓപ്ഷനിൽ എഴുതി വയ്ക്കുക. ഓപ്ഷൻ സി ആണ് ആൻസർ. ബി, കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് റിലേറ്റഡ് ടു ദ ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് വാട്ടർ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാട്ടർ കൂളായി കഴിഞ്ഞാൽ അത് ഐസായിട്ട് മാറും. വാട്ടർ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വേപ്പറായിട്ട് മാറും. ഓക്കെ, അപ്പം ഐസ് എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റിലാണ്, വാട്ടർ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് സ്റ്റേറ്റിലാണ്, നമ്മുടെ വേപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. അപ്പോൾ ഗ്യാസ് എന്ന് എഴുതി വയ്ക്കാം. പിന്നെ സി എന്ന് പറയുന്ന റൈറ്റ് എനി ടു സിറ്റുവേഷൻസ് വേർ സൊലൂബിലിറ്റി ഓഫ് വാട്ടർ ഇസ് യൂട്ടിലൈസ്ഡ്. വാട്ടർ സൊലൂബിൾ ആവുന്ന 2 സിറ്റുവേഷൻസ് എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒന്ന്, നമ്മൾ ടീ മേക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ സൊലൂബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. പിന്നെ ലൈം വാട്ടർ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പിടുന്ന സമയത്ത് അത് സൊലൂബിൾ ആവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ 2 സിറ്റുവേഷൻസ് എഴുതി വയ്ക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പാറ്റേൺസ് ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ഉപകാരപ്പെടും. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.